ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ചങ്ങോട്ട് പോയ ഒരു മാളുണ്ട്, ആ മാളിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. എടോ, എനിക്ക് ഇവിടുത്തെ ഫുഡുകളൊന്നും പറ്റണില്ല, ശരിക്കും കാര്യമായിട്ടാണ് പറയണത്. ഇവിടുത്തെ ഈ പച്ചരി ചോറും ഒന്നും അങ്ങോട്ട് പറ്റണില്ല. പിന്നെ പച്ചമുളക് ഉണ്ടാവുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കണത്. പച്ചമുളക് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ കഴിക്കണു. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റണില്ലടോ. പിന്നെ ഇവിടെ എനിക്ക് ആകെ ഇഷ്ടമായിക്കണത് ചപ്പാത്തിയും പരിപ്പ് കറിയും, ചപ്പാത്തിയും ദാൽക്കറിയും, പിന്നെ എന്തോന്ന് ഇഡ്ഡലിയും, പിന്നെ അതിൻ്റെ ചമ്മന്തി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിക്കണത്. വേറെ ഒന്നും എനിക്ക് പറ്റണില്ല. ഫുഡൊക്കെ അങ്ങനെ വാങ്ങാൻ കഴിക്കാന്നല്ലാണ്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്താ അറിയില്ല. ഉച്ചയൊക്കെ നേരെ അടിപൊളിയായിട്ട് കഴിക്കും. പക്ഷേ ഉച്ചിന് അത് ശീലമായിപ്പോയി, എനിക്കത് പറ്റണ്ടേ. ബ്ലോക്കൊക്കെ താണ്ടി അങ്ങനെ ഞങ്ങൾ മാള് തിരഞ്ഞ് അങ്ങനെ പോവാം കേട്ടോ. എന്താപ്പോൾ ആ മാളിൻ്റെ പേര് പറഞ്ഞേ, എന്താ ഒരു പേര്, എന്തായാലും മാൾ തന്നെയാണ്. അങ്ങനെ ഓട്ടോയ്ക്കാണ് പോണത്, അതുകൊണ്ട് വണ്ടിക്ക് പണി കിട്ടൂല. അങ്ങനെ മോളെത്തിട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതെന്താ സംഭവം, ഇത് എന്താ ഒരു കെട്ടിടം എന്ന് പറഞ്ഞപ്പോൾ അതന്നെയാണ് മോളെന്ന്. അത് അപ്പുറമാണ് കിടക്കുന്നത്, നമ്മൾ റോഡിൻ്റെ ഇപ്പുറമാണ്. ഇതും താണ്ടിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. നോക്കുക, ഈ തൂണൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇവിടുത്തെ റോഡിൻ്റെ ഓരോ പ്രത്യേകതയുടെ അതേ മേലെ മെട്രോ ആയിരിക്കും. എന്തായാലും മാളെത്തി. അങ്ങനെ ഞങ്ങൾ പക്ഷെ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് റോഡ് വിലങ്ങുരിക്കുകയാണ്. എന്നോട് ഫോൺ ഓഫ് ആക്കാൻ പറഞ്ഞു. പക്ഷേ ഉച്ച കാണാതെയാണ് ഞാൻ ഫോൺ എടുക്കണത്. കാരണം എനിക്കിത് ഈ യൂട്യൂബിൽ ഇടണ്ടെന്ന് ഈ മനുഷ്യനെ അറിയണില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മോളിലേക്ക് കയറുക കേട്ടോ. ഉഷ എന്തോ വെച്ചതെടുക്കാൻ പോണ പോലെ ഓടുന്നത് എവിടേക്കത്. ഞാൻ നിൽക്കുന്ന പറയണ്ടേ, പക്ഷേ എനിക്ക് പറയാനോട്ട് പറ്റണില്ല. അങ്ങനെ നിൽക്കുന്ന പറയുമ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. വീഡിയോ എടുക്കരുതേന്ന് ഇറക്കണത്, ഞാൻ കാണാതെ എടുക്കണത്. ഈ തിരക്കിപ്പെടുകയാണേ ഞങ്ങൾ പരസ്പരം. ഒരാൾ അങ്ങടാണെങ്കിൽ ഒരാൾ ഇങ്ങടായി പോവുകയാണ്. വീഡിയോ മാറിയിട്ടേ, വീഡിയോയിൽ ഞാൻ അന്തം വിട്ട് നിന്നിട്ടേ. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെയൊക്കെ കാണുമ്പോൾ സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക. ഇവിടെ ആർക്കും ഇതൊന്നും ഒരു വിലയില്ല. പക്ഷെ ഞാനതല്ല, കിട്ടിയ സന്ദർഭം വെച്ചിട്ട് ഞാൻ ഫോട്ടോയും സെൽഫി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴേക്കിനും ഈ മുന്നിൽ പോണ ആൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. പിന്നെ എന്നെ ഫോൺ വിളിക്കും എവിടെ വെച്ചിട്ട്. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഓടി എത്തലാണ്. അത് കാരണം എന്ത് പറഞ്ഞു, വീഡിയോ ഒന്നും എടുക്കല്ലേ കേട്ടോ എന്ന്. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു മാള് എങ്ങനെ ഞാൻ എടുക്കാണ്ടിരിക്കുക. അതാ പിന്നെ തിരിഞ്ഞു നോക്കി പറയുന്നുണ്ട്, ചീത്ത അറിയുന്നുണ്ട്. ഞാൻ ഒന്നങ്ങോട്ട് വട്ടം കറങ്ങിയതാണത്. മാള് കണ്ടലുകൾ ഈ ഇത് എവിടെയും നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും അയക്കും തോന്നുന്നില്ല കേട്ടോ എനിക്ക്. ഇതെങ്ങട്ടാ ഈ ഓടുന്നത്, ഫുഡ് തിരഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ ഇതെന്നല്ല, ഏത് ഫുഡും എനിക്ക് ശരിക്കും അറിഞ്ഞാൽ സൂട്ടാവണില്ല, പറ്റണില്ല, വയറിന് പറ്റണില്ല. അല്ലെങ്കിൽ വയറിളക്കം പിടിക്കും, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും, അല്ലെങ്കിൽ എന്താ പറയുക, മടുപ്പ് തോന്നും. നമ്മളുടെ നാട്ടിലത്തെ ഫുഡിന് ഒക്കൂല കേട്ടോ. ആ ഒരു ചോറും ഇപ്പം അതിൽക്കൊരു അച്ചാറായിക്കോട്ടെ, ചമ്മന്തി ആയിക്കോട്ടെ, സുഖമായിട്ട് നമ്മൾ പോവും. എന്തെന്നത് പിരാറ്റീസ് ഓഫ് ഗ്രില്ലോ. എന്തായാലും അങ്ങടെ ഈ പോണത്. സത്യം പറയാലോ, അവിടുത്തെ എനിക്കിഷ്ടമായില്ല. പക്ഷെ ചീത്ത അറിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് എന്താക്കിന്ന് ലാസ്റ്റാണ് അതിൻ്റെ ട്വിസ്റ്റ് കാണാൻ എനിക്ക്. എക്സലേറ്റർ ഉണ്ടാവുകൊണ്ട് എക്സ്കലേറ്റർ അല്ലേ, എസ്കലേറ്റർ ഉണ്ടാവുകൊണ്ട് ഇങ്ങനെ ഞാനും മനുവാണെങ്കിൽ ഇപ്പോൾ കയറുക ഇറങ്ങുക നോക്കുക. ഓരോരോ ഭാഗത്തും ഓരോരോ ഫുഡുകളാട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനത്തെ ആണെങ്കിൽ ആ ഭാഗത്ത് അങ്ങനത്തെ, ഈ ഭാഗത്ത് ഇങ്ങനത്തെ ഇരിക്കണമെങ്കിൽ മറ്റേ ഭാഗത്ത് മറ്റേ ഇരിക്കണേ. അങ്ങനെ ഓരോരോ നിയമങ്ങളല്ല, സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ ലൈറ്റും ആംബിയൻസും എന്താണെന്നാ എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല, അത്ര ഭംഗി. പക്ഷേ ഇവിടുത്തെ ഒന്നും ഞാൻ കഴിച്ചില്ല മക്കളെ. ലാസ്റ്റ് എന്താക്കിയെന്നറിയണ്ടേ, ഇതാണ് ആ ട്വിസ്റ്റ്. റൂമിൽ വന്നു ചപ്പാത്തി ദാൽക്കറി. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. എനിക്കിതേ പറ്റുള്ളൂ.